സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം അയച്ചുവിടുകയാണ്. ഇതിനെങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ഈ കേരളത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എം പിക്കെതിരെ വടകരയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധമുണ്ടായി. കേരളത്തിന്റെ ചരിത്രത്തിൽ, സമരചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് വടകരയിൽ നടന്നത്. കാരണം ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പാലക്കാട് എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു. അതിന് പിന്നാലെയാണ് പാലക്കാടിന്റെ മുൻ എം എൽ എയും വടകര എം പിയുമായ ഷാഫി പറമ്പിലിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാവുകയും അദ്ദേഹത്തിന് നേരെ അസഭ്യവർഷം നടത്തുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് വടകരയിൽ അതീവ ഗൗരവമായ ചില വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടകര എം പി ഷാഫി പറമ്പിലിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടകരയിൽ വലിയൊരു പ്രതിഷേധ പരിപാടി നടത്താനുള്ള തീരുമാനമുണ്ടായി. ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ വരികയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിലിനെ ഒരു സംഘം ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ അവിടെ വടകര ടൗണിലെ ഒരു ട്രാഫിക് സിഗ്നലിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ചാവി ഊരുകയും ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിന് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം, ദുൽകിഫിലിനെ മർദ്ദിക്കാൻ പോലീസുകാർ ഒത്താശ ചെയ്തു കൊടുത്തു എന്നാണ്. ഏറെക്കാലമായി CPM-കാരന്റെയും BJP-കാരന്റെയും എല്ലാം കണ്ണിലെ കരടാണ് ദുൽകിഫിൽ. കാരണം വടകരയിലെ കോഴിക്കോട് ജില്ലയിലെ പല സാമൂഹ്യ വിഷയങ്ങളിലും ഇടപെടുകയും അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിഷയത്തിലടക്കം സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ VP ദുൽകിഫിലാണ്. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വടകരയിൽ CPM-ന്റെ ക്രിമിനലുകൾ അഴിഞ്ഞാടിയത്. അതിനുശേഷം വടകര MLA KK രമ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ക്രിമിനലുകളായ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ നിസ്സംഗഭാവം ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ദുൽകിഫിലിനെ ആക്രമിക്കാൻ പോലീസുകാരൻ കൂട്ടുനിന്നു. അദ്ദേഹത്തിന്റെ വാഹനം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോൾ അദ്ദേഹം പോലീസുകാരനോട് കൃത്യമായി പറയുന്നു, ഇവിടെ നിന്നാൽ അപകടമാണ്, CPM ക്രിമിനലുകൾ തന്നെ ആക്രമിക്കാനുള്ളത്. അത് കേൾക്കാതെ CPM ക്രിമിനലുകൾക്ക് ദുൽകിഫിലിനെ മർദ്ദിക്കാൻ പോലീസുകാർ അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഈ പോലീസുകാർക്കെതിരെ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിനുശേഷമാണ് ഷാഫിക്കെതിരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളടക്കം കൊലവിളി നടക്കുന്നു. ദുൽകിഫിലിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നു. ഷാഫിയെ ഇവർ കണ്ണിലെ കരടായി കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ അവരുടെ സ്റ്റാർ സ്ഥാനാർത്ഥി KK ശൈലജ വടകരയിൽ മത്സരിക്കാനെത്തുമ്പോൾ ഏകപക്ഷീയമായ വിജയമായിരുന്നു CPM സ്വപ്നം കണ്ടത്. എന്നാൽ 1.25 ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്കാണ് വടകരയിൽ ഷാഫി പറമ്പിൽ വെന്നിക്കൊടി പാറിക്കുന്നത്. അത് മുതൽ തന്നെ ഷാഫി BJP-കാരുടെയും അതോടൊപ്പം തന്നെ CPM-കാരുടെയും കണ്ണിലെ കരടാണ്. കിട്ടിയ അവസരം മുതലെടുത്ത് ഷാഫി പറമ്പിലിനെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാമെന്നാണ് ഇപ്പോൾ CPM-കാരും BJP-കാരും കരുതുന്നത്. ഷാഫിക്കെതിരായ ആക്രമണത്തിൽ ഇരുവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. BJP-യും CPM-ഉം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഷാഫിയെ മാത്രമല്ല, ഈ വിഷയത്തിൽ ഷാഫിയെയും കോൺഗ്രസിന്റെ നിലപാടിനെ സംരക്ഷിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ അടക്കമുള്ളവരെ അങ്ങ് കായികമായി ഇല്ലാതാക്കി കളയാമെന്നാണ് CPM-കാരൻ കരുതുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ആളുകളല്ല കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൊടിപിടിച്ച് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ആളുകളാണ് ഇവരെല്ലാം. അതുകൊണ്ട് കേവലം ഒരു മർദ്ദനത്തിന്റെയോ ഭീഷണിയുടെയോ പേരിൽ ആരും പൊതുപ്രവർത്തനം നടത്തി അങ്ങ് വീട്ടിലിരിക്കാമെന്നൊന്നും ഡിവൈഎഫ്ഐക്കാരൻ കരുതണ്ട എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ പറയുന്നത്. ഏറ്റവും ഗൗരവകരമായ വിഷയം, ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്ന നിസ്സംഗഭാവമാണ്. കാരണം പൊതുപ്രവർത്തകന്മാരെ വടകര MP മറ്റേ ദുൽകിഫിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഈ 2 പേർക്കെതിരെയും CPM-കാർ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ പോലീസ് ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐക്കാരെ സംരക്ഷിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നത് വളരെ ഗൗരവകരമായ കാര്യമാണ്. അക്രമികൾക്ക് അഴിഞ്ഞാടാൻ പോലീസ് അവസരം ഒരുക്കി നൽകിയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. ഈ സമരങ്ങളിലൊന്നും ഒരു ജനപ്രതിനിധിയെ അസഭ്യം പറയുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ആക്രമിക്കുന്ന തരത്തിലേക്കോ പോകാറില്ല. എന്നാൽ എല്ലാ സീമകളും ലംഘിച്ച് നേരത്തെ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതുപോലെയുള്ള 2014 എൻ്റെ ഓർമ്മ, 2014 കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടിയെ ഡിവൈഎഫ്ഐക്കാർ കല്ലെറിഞ്ഞതുപോലെ അതേ തരത്തിൽ ഷാഫിയെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെയും കോഴിക്കോട് ജില്ലയിൽ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കാമെന്നാണ് ഡിവൈഎഫ്ഐക്കാർ കരുതുന്നെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. കാരണം ദുൽകിഫിൽ ഉൾപ്പെടെയുള്ളവർ താഴെത്തട്ടിലൂടെ സംഘടന പ്രവർത്തനം നടത്തി നിരവധിയായ പോലീസ് മർദ്ദനങ്ങളും ഡിവൈഎഫ്ഐക്കാരുടെ മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ നിലയിലേക്ക് എത്തിയത്. ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുകയും സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ആരോപണം
ആരോപണം ഉയർന്നപ്പോൾ ആ പാർട്ടി നേതാവിനെ പോലും കൈവിട്ടുകൊണ്ട് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ് ദുൽകിഫിലിൻ്റെത്. അതോടൊപ്പം ഷാഫി ഉൾപ്പെടെയുള്ളവർ, ഷാഫി KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാട് നമ്മൾ കണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങളെ അതേ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനം, യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം ജനപ്രതിനിധികളെയും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെയും ഡിവൈഎഫ്ഐക്കാർക്ക് മുന്നിലേക്ക് ഇട്ടുതരാൻ ഒരുക്കമല്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. അവിടെ ഡിവൈഎഫ്ഐ നേതൃത്വം പറയുന്നത് ഞങ്ങൾ MP-യെ തടയാൻ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ MP-ക്കെതിരെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉദ്ദേശിച്ചില്ല എന്ന്. പക്ഷേ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം അറിയാതെ, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് നേതൃത്വം അറിയാതെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ ജില്ലയാണ് കോഴിക്കോട്. വസീഫ് ഷാഫിക്കെതിരെ, വടകര MP-ക്കെതിരായ ആക്രമണം നടന്നതിന് പിന്നാലെ വസീഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ലാന്ന്. നേതൃത്വം അറിയാതെ ഇത്തരത്തിൽ ഒരു അതിക്രമം നടക്കില്ല. നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വടകര MP-യെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിനെയും ആക്രമിച്ചത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന കർശനമായ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഷാഫി പറമ്പിലിനെ ഏതു വിധേനയും സംരക്ഷിക്കും. ഷാഫി പറമ്പിലിനെ ഏകപക്ഷീയമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ അതിനെ കായികമായി പ്രതിരോധിക്കേണ്ടി വന്നാൽ കായികമായി പ്രതിരോധിക്കേണ്ട രൂപത്തിൽ തന്നെ പ്രതിരോധിക്കുമെന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കിയത്. അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. VP ദുൽകിഫിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ കായികമായി ഇല്ലാതാക്കി, അല്ലെങ്കിൽ അവരുടെ സ്ത്രീപക്ഷ നിലപാടിനെ, അവരുടെ പോരാട്ടങ്ങളെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് ഡിവൈഎഫ്ഐ കരുതുന്നുണ്ടെങ്കിൽ അവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാർക്ക് ഇക്കാര്യം വളരെ വ്യക്തമായി അറിയാം. കാരണം കോഴിക്കോട് പോലെ ഏറെ നാളായി വലിയ രാഷ്ട്രീയ അക്രമങ്ങളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളൊന്നുമില്ലാത്ത ഒരു ജില്ലയെ ഉത്തര മലബാറിന്റെ പ്രദേശങ്ങളായ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി പോലെയുള്ള പ്രദേശങ്ങളിൽ വീണ്ടും ഒരു സംഘർഷത്തിന് CPM കോപ്പുകൂട്ടുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഉത്തര മലബാറിന്റെ പല മേഖലകളെയും സംഘർഷ ബാധിത പ്രദേശങ്ങളാക്കി മാറ്റാനുള്ള CPM-ന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ ഒരു പുനഃപരിശോധന നടത്താൻ CPM തയ്യാറാകണം. കാരണം CPM ഇതേ രൂപത്തിൽ ആക്രമിക്കാൻ മുതിർന്നാൽ മറുഭാഗത്ത് പ്രതിരോധം തീർക്കാൻ കോൺഗ്രസും ഉണ്ടാകും. അത്തരത്തിൽ പ്രതിരോധം തീർക്കുമ്പോൾ അത് വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങും, വലിയ സംഘടനകളിലേക്ക് നീങ്ങും. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്ന് CPM-ന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഓണം അടുത്തിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന ആളുകൾക്കാണ്. അതിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകണം. അതോടൊപ്പം തന്നെ ദുൽകിഫിൽ അടക്കമുള്ള, ഷാഫി അടക്കമുള്ള നേതാക്കന്മാരെ എന്ത് വില കൊടുത്തും കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവർ നിലപാടെടുത്തിരിക്കുന്നത് സ്ത്രീപക്ഷ നിലപാടാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഡിവൈഎഫ്ഐക്കാരന് എന്ത് ധാർമ്മിക അവകാശമാണ് ഇത്തരം പ്രതിഷേധം നടത്താൻ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം CPM-ന്റെയും നിരവധിയായ നേതാക്കൾക്കെതിരെ നിരവധി സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചപ്പോൾ, നിലവിലെ MLA മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമായിരുന്നു ഡിവൈഎഫ്ഐ സ്വീകരിച്ചത്. പക്ഷേ കോൺഗ്രസ് എടുത്ത സമീപനം അങ്ങനെയല്ല. ആരോപണ വിധേയനായ വ്യക്തിയെ 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിലപ്പുറം മറ്റൊരു നിലപാട് സ്വീകരിക്കാനില്ല. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ അടക്കമുള്ളവരെ അങ്ങ് ആക്രമിച്ചില്ലാതാക്കാം, അല്ലെങ്കിൽ ഷാഫിയെ അങ്ങ് ആക്രമിക്കാമെന്ന് ഡിവൈഎഫ്ഐക്കാർ കരുതുന്നത് വ്യാമോഹം മാത്രമാണ്. സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത ഡിവൈഎഫ്ഐക്കാരൻ ഇപ്പോൾ നടത്തുന്നത് വെറും സമരാഭാസമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.